സംസാരിക്കുന്നത്, കാണുന്നത്, അനുഭവിക്കുന്നതൊക്കെ എൻ്റേതായ ഒരു കാഴ്ചപ്പാടിൽ കൂടെ കടത്തി വിട്ടിട്ട് എൻ്റേതായ ഒരു അർത്ഥം അതിന് കൊടുത്തിട്ടാണ് എൻ്റെ ഉള്ളിൽ ഞാൻ കയറ്റിയിടുന്നത്. അതിൻ്റെ പേരാണ് NLPക്കാർ പറയുന്ന വാക്കാണ് മാപ്പെന്ന് പറയും. എന്ന് പറഞ്ഞാൽ എൻ്റെ ലോകം അത് എൻ്റേത് മാത്രമാണ്. നിന്റെ ലോകം അതുമായിട്ട് ഒരു ബന്ധവും കാണിയല്ല. ഇതിൻ്റെ പേരാണ് മനസ്സെന്ന് പറയുന്നത്. എൻ്റെ ലോകത്തിനാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പൊ ഈ മനസ്സും വെച്ചോണ്ടല്ലേ നമ്മൾ സഞ്ചരിക്കുന്നത്. ഈ മനസ്സിൽ കൂടെയല്ലേ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാ ശരിയാകുന്നത്? അപ്പോഴാണ് ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നത്. എപ്പോഴാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്? രണ്ട് വ്യക്തികൾ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ മാത്രമേ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ കാണുന്നത് ഒരു ബന്ധപ്പെടലാണ്, കേൾക്കുന്ന ഒരു ബന്ധപ്പെട്ടി. 5 സെൻസറി ഓർഗൻ ഏതെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ അതൊരു ഇന്ററാക്ഷൻ. ഈ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് മനുഷ്യരുമായിട്ട് മാത്രമല്ല, മൃഗങ്ങളായിട്ടുള്ള ഇന്ററാക്ഷൻ, കാലാവസ്ഥയായിട്ടുള്ള ഇന്ററാക്ഷൻ, സമൂഹമായിട്ടുള്ള ഇന്ററാക്ഷൻ, ഗവൺമെന്റുമായിട്ടുള്ള ഇന്ററാക്ഷൻ, ഇന്റർനാഷണൽ ഇന്ററാക്ഷൻ, എനിത്തിങ് ഇന്ററാക്ട് ചെയ്യുമ്പം എൻ്റെ മനസ്സിൽ കൂടെ ഞാൻ ഇന്ററാക്ട് ചെയ്യുന്നു, അവൻ്റെ മനസ്സിൽ കൂടെ അല്ല. അപ്പോ ഫ്രിക്ഷൻ ഉണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ, ഞാൻ ഒരാളെ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അയാളുടെ ലോകത്തെ ഞാൻ മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് എൻ്റെ ലോകത്തെ ഞാൻ അങ്ങ് മാറ്റി വെച്ചിട്ട്, അറ്റ്ലീസ്റ്റ് ഫോർ ദ ടൈം ബി മാറ്റി വെച്ചിട്ട് അയാളുടെ മനസ്സിൽ കൂടെ അങ്ങനെ പ്രവർത്തിച്ച് ഞാൻ ഒരു കുഴപ്പവും ഇല്ല, ഭംഗിയായിട്ട് പോകും. അത് പറ്റുമോ ആർക്കെങ്കിലും ഇവിടെ ഇരിക്കുന്നത്? ഒരു സ്കൂൾ ടീച്ചറിന് കുട്ടികളുടെ മനസ്സനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുമോ? പല കാരണങ്ങളുണ്ടെന്ന് കൂട്ടിക്കും. ഒരമ്മയ്ക്ക് മക്കളുടെ മനസ്സിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റുമോ? എല്ലാത്തിനും കാരണങ്ങളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ റീസൺ ഉണ്ട്. ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. നമ്മൾക്ക് നമ്മുടേതായ റീസൺ വെച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് മറ്റേ ആളിനെ അംഗീകരിക്കാൻ പറ്റില്ല. അതിൻ്റെ പേരാണ് കോൺഫ്ലിക്റ്റ്, ഏറ്റുമുട്ടലുകൾ. അപ്പൊ നമ്മളെപ്പോഴും ഏറ്റുമുട്ടലിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറേയൊക്കെ നമ്മൾ നാടൻ ഭാഷ പറയുക കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കും, കുറേയൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും, തട്ടിക്കൂട്ട് അല്ലേ? കല്യാണം എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിച്ചിട്ടുള്ള കുടുംബജീവൻ എന്ന് പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ടാ സാറേ. കുറെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെക്കും. അപ്പൊ അതിന്റെ പേരാണ് തട്ടിക്കൂട്ട്, ജീവിതമല്ല. ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിക്കുക. എന്താണ് ജീവിതം? അവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ, അതാണ് ജീവിതം. മറ്റേതിന് നമ്മൾ പറയുന്നത് ചത്തതിനൊക്കുമേ ജീവിച്ചിരിപ്പം. ആ ചത്ത് കിടങ്ങ് പോകുന്നു. കുറെ ഡെഡ് ബോഡി, ഞാനൊരു ഡെഡ് ബോഡി, അവനൊരു ഡെഡ് ബോഡി, കുറെ ഡെഡ് ബോഡി. ഇപ്പൊ ഡെഡ് ബോഡിക്ക് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉന്തും തള്ളു കുത്തും വെട്ടൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ, അതൊക്കെ കടന്നോളൂ. അതാണ് കണ്ടില്ല കേട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ NLP എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തിൽ വലിയ പ്രശ്നമില്ലാതെ സന്തോഷത്തോടു കൂടി എങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു പഠനമാണ്. എന്ന് പറഞ്ഞാൽ മനസ്സിനെ പറ്റിയുള്ളൊരു പഠനം. എങ്ങനെ മനസ്സ് വലിയ കുഴപ്പമില്ലാതെ ഒട്ടും കുഴപ്പമില്ല, പെർഫെക്റ്റ് ലെവലിൽ പോകാൻ പറ്റും എന്നുള്ളൊരു പഠനമാണ്. വേണമെങ്കിൽ അതൊരു സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയും. ഹൗ ടു ലീവ് വിത്തൗട്ട് എങ്ങനെ ആരേക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ. അങ്ങനെ പറ്റുമോ സാറേ? പറ്റും. അപ്പോഴാണ് എനിക്ക് നീ ആഗ്രഹിക്കുന്നതെല്ലാം, നിനക്ക് വേണ്ടതൊക്കെ കിട്ടുന്നത്. നിനക്ക് വേണ്ടത് എപ്പോഴാണ് കിട്ടുന്നത്? നീ ആ മറ്റേയാളിനെ പ്ലീസ് ചെയ്യിപ്പിച്ചെങ്കിൽ മാത്രമേ നിനക്ക് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ അവന് ഇഷ്ടമുണ്ടെങ്കിൽ തരും, ഇല്ലെങ്കിൽ തരികയില്ല. നമുക്ക് വേണ്ടത് എന്താണ്? വെനെവർ വി ഇന്ററാക്ട് നമുക്ക് സന്തോഷം കിട്ടണം. എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് സംസാരിച്ചാലും കണ്ടാലും നമുക്കൊരു പ്ലഷർ, ഒരു സന്തോഷം ഉള്ളിൽ തോന്നണം.
ഇതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് ജീവിതം എന്ന് പറയുന്നത്. മറ്റേതിനൊക്കെ പറയുന്നത് കഴിഞ്ഞുകൂടുക. ഇങ്ങോട്ട് കഴിഞ്ഞുകൂടുന്നു, പോയി തട്ടിമുട്ടി അങ്ങ് പോയി, അത്ര തന്നെ. അവസാനം കാറ്റ് പോയെന്ന് പറയും, അവിടെ വെച്ച് തീർന്നു. അപ്പോ ഈ NLP പഠിപ്പിക്കുന്നതെന്നു വെച്ചാല് നമ്മുടെ ഉള്ളിൽ എങ്ങനെയായാലും ഒരു ലോകം നമ്മൾ സൃഷ്ടിക്കും, അറിഞ്ഞോ അറിയാതെയോ. ആ ലോകത്തിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പൊ ആ ലോകത്തിന് അറ്റ്ലീസ്റ്റ് ഒരു തകരാറുണ്ടെന്നെങ്കിലും നമ്മൾ ഈ NLPയുടെ തുടക്കത്തിൽ മനസ്സിലാവും. എന്തോ ഒരു തകരാറുണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് അതൊന്നും തോന്നിയല്ല. എനിക്ക് എവിടെയാ തകരാറിയിരിക്കുന്നത്? ഞാൻ കണ്ടതും കേട്ടതൊക്കെ ശരിയാണല്ലോ. ഉപ്പ് കുറവായിരുന്നല്ലോ, എരിവ് കൂടുതലായിരുന്നല്ലോ, ശരിയല്ലേ? അപ്പൊ വേറൊരാൾ പറയും, അങ്ങനെയല്ല, ഇത് ഇങ്ങനെയായിരുന്നു. അങ്ങനെയല്ല, ഇത് ഇങ്ങനെയായിരുന്നു. ഇതാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ പേരാണ് നമ്മൾ പറയാറ്, ഞാൻ പിടിച്ച മുയലിന് രണ്ട് കൊമ്പ്. ഞാൻ കണ്ടെന്നേ ഒരു മുയലിന് രണ്ട് കൊമ്പ്, നീ കണ്ടു കാണിയല്ലോ. വൈകുന്നേരം സൂര്യനെ നോക്കിക്കൊണ്ട് ചില ആൾക്കാർ പറയും അത് ചന്ദ്രനാന്ന് പറയും, വേറെ ചിലർ പറയും സൂര്യനാന്ന് പറയും. ആര് പറയുന്ന ശരി? ഇങ്ങനെയാണ്. അവന്റെ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ അത് സൂര്യനായിട്ട് അവന് തോന്നി, അത് സൂര്യനാന്ന് പറഞ്ഞു. മറ്റേ ആളിന് ചന്ദ്രനാന്ന് തോന്നി. യാഥാർത്ഥ്യം എന്താണെന്ന് ആർക്കും അറിയത്തില്ല. യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്കറിയാവോ? നിനക്കറിയോ? അവനറിയോ? എല്ലാരും അന്ധന്മാരാ. എല്ലാരും ഈ അന്ധകാരത്തിലാണ് സംഭവം. ഈ ഗ്ലാസ് മാറ്റിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാന്ന് പറഞ്ഞു. അതാണ് NLP പഠിപ്പിക്കുന്നത്. അത് പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് പഠിക്കല്ലേ എന്ന് അച്ഛൻ പറഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്ത് ആ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ബിക്കം ദാറ്റ്. NLPയുടെ ഫുൾ ഫോം അറിയാം, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ലോകത്തിനെ നേരെ ചൊവ്വയാക്കിയെടുത്ത് റിയൽ ലോകമാക്കി കൺവേർട്ട് ചെയ്യുന്ന പരിപാടിക്കാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. യു പ്രോഗ്രാം യുവർ വേൾഡ് ഇൻ സച്ച് എ വേ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു ട്രാവൽ ഇൻ ദ റിയൽ വേൾഡ്. നമുക്ക് വേറൊരു ലോകത്തിന്റെ ആവശ്യമില്ല. യഥാർത്ഥത്തിലുള്ള ലോകം ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നിന്റെ ലോകത്തിൽ കൂടെ സഞ്ചരിക്കുന്നത്? നീ എന്തിനാ വേറെ ലോകം ഉണ്ടാക്കുന്നത്? ലോകങ്ങൾ ഉണ്ടാകും, ഉണ്ടാകുമ്പം അത് തന്നെ ഞാൻ കയറും. അപ്പൊ നമുക്കൊരു കുഴപ്പമില്ല. അമ്മായിമ്മ ആരാണോ ആ അമ്മായിമ്മയായിട്ട് തന്നെ ഞാൻ കയറും, അമ്മ ആരാണോ അതായിട്ട് തന്നെ ഞാൻ കയറും. അപ്പൊ ഒരു കുഴപ്പമില്ല. റിയലും ഈ എൻ്റെ മനസ്സിൽ കിടക്കുന്നതുമായിട്ട് ഒരു വ്യത്യാസമില്ല. ഇതാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. സീ ദ തിങ്സ് ആസ് ദേ ആർ. ഇതാണ് അക്സെപ്റ്റ് ദ തിങ്സ് ആസ് ദേ ആർ. ലോകത്തിനെ അതായിട്ട് നമ്മൾ അംഗീകരിക്കുക, അതായിട്ട് കാണുക, അതായിട്ട് അനുഭവിക്കുക. അപ്പൊ എന്തൊരു സുഖമാണെന്നറിയാം. അപ്പൊ ആരുമായിട്ടും ഇന്ററാക്ട് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു ലോകമില്ല. ഈ കാണുന്നത് ലോകം, അതാണ് റിയാലിറ്റി. ഇനി നമ്മളെ അഡ്മിറ്റ് ചെയ്യുന്നില്ല കേട്ടോ ആരെയും. ഓക്കെ, ഇനി അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആകുകയല്ല. വാല് കെട്ടിക്കഴിഞ്ഞാൽ അവർ വിചാരിക്കും എന്ത് വിട്ടിവേഷ ഈ സാറ് പറയുന്നതെന്ന് വിചാരിക്കും. എന്ത് വിട്ടിവേഷം ഇവിടെ ആൾക്കാരിയ്ക്കുന്ന വായും പിടിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അതുകൊണ്ട് വന്നവരൊക്കെ വന്നു, വേണമെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. അപ്പം ഈ പറഞ്ഞിടത്തോളം കാര്യത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്നിട്ട് ഞാൻ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യും. എനിക്കറിയത്തില്ല വേറെ വല്ലവരും ഇടയ്ക്ക് വന്നായിരുന്നു. ഇത്രയും ക്ലിയർ. ഇതിനകത്ത് മേജർ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. എന്താണ് സംഗതി എന്നങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഡൗട്ടുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ പുറത്തുള്ള ലോകം അകത്തുള്ള ലോകം തമ്മിൽ വ്യത്യാസമില്ല എന്ന്. പക്ഷെ നമ്മളത് വ്യത്യാസത്തിൽ കാണുന്നതുകൊണ്ടാണ് പ്രശ്നങ്ങൾ. അതിനെ ഒന്നായിട്ട് കാണാൻ പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ ഐ ആം NLP. അതുകൊണ്ട് NLP എന്നുള്ളതിന് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ മാനുവൽ ഓഫ് ദ മൈൻഡ് എന്നാണ്. ഇതാണ് മനസ്സിനെ പ്രവർത്തിപ്പിക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇതിനെ പ്രവർത്തിപ്പിക്കാനുള്ള പഠനമാണ് NLP എന്ന് പറയുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് യു ഗെറ്റ് വാട്ട് യു വാണ്ടഡ്. നിനക്ക് വേണ്ടത് എന്താണ്? ഈ ലോകത്തിനെ മുഴുവൻ നിനക്ക് അതുപോലെ വേണം. ഇപ്പൊ കിട്ടുന്ന ഒന്നും അതായിട്ട് റിയൽ ആയിട്ടുള്ളതല്ല കിട്ടുന്നത്. നിനക്ക് നീ എന്ന് പറയുന്ന യു എന്ന് പറഞ്ഞ സാധനം ഈ മൈൻഡ് അല്ല, ആ യഥാർത്ഥത്തിലുള്ള ഞാൻ.
നിനക്ക് അപ്പൊ നീ ആദ്യം അത് നീയായി തീരണം. നീയായി തീർന്നെങ്കിൽ മാത്രമേ നിനക്ക് കിട്ടത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം നിനക്ക് വേണ്ടിയിട്ടും ഇവിടെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കുറവായിട്ട് നമുക്ക് അയ്യോ അത് ശരിയല്ലല്ലോ, എനിക്ക് കിട്ടിയ ഭക്ഷണം ശരിയല്ലല്ലോ എന്ന് പറയുന്നത്? നീ കുറവായിട്ടാണ് കാണുന്നത്. അപ്പൊ നിനക്ക് കിട്ടിയല്ല. നിനക്ക് വേണ്ടത് യഥാർത്ഥത്തിലുള്ളതല്ലേ. ആ സാധനം ഇല്ലെന്നേ ഇവിടെ നിനക്ക് കാണാൻ പറ്റുന്നില്ല. നിന്റെ കണ്ണുകൊണ്ട് കാണുമ്പം കുറവായിട്ടാണ് കാണുന്നത്. നിനക്ക് കിട്ടുന്ന വാസ്തുവിൽ യഥാർത്ഥത്തിലുള്ളതാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് അത് യഥാർത്ഥത്തില അല്ലെന്നുള്ള. നീ ചിലപ്പോൾ നിനക്ക് ഒരു സൈക്കിളിന്റെ ആവശ്യമേ ഉള്ളൂ, ആ സൈക്കിള് കിട്ടി. പക്ഷെ നീ കാണുന്നത് അപ്പുറത്തെ കാറാണ്. എനിക്ക് വേണ്ടത് കാറായിരുന്നോ? അല്ലടാ, നിനക്ക് ഈ സൈക്കിൾ മതിയല്ലോ. നിനക്കെന്തിനാ കാറ്? അല്ല, അവിടെ കാറുണ്ടല്ലോ. അവിടെ കാറുള്ളതുകൊണ്ട് നിനക്കെന്തിനാ കാറിന്റെ ആവശ്യം? ഇതാണ് നമ്മുടെ ഉള്ളിൽ കയറി കിടക്കുന്ന വേണ്ടാതൊക്കെയാണ്. വേണ്ടതൊന്നും കയറാം. അതുകൊണ്ട് എനിക്കൊന്നും ഇല്ല 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 എന്ന് പറയും. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് അകത്തുള്ള ലോകത്തിൽ ചില കറക്ഷൻസ് കൊടുക്കും. ആ കറക്ഷൻസ് കൊടുക്കുന്നതിനാണ് പ്രോഗ്രാമിംഗ് പറയുന്നത്. കറക്ഷൻസ് കൊടുത്തിട്ട് എന്തിനാണ് അതിനെ റിയൽ ആക്കി കൺവേർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് വേണ്ടത് എന്നാന്ന് കിട്ടും. അപ്പൊ നിങ്ങൾ എങ്ങനെയാ കറക്റ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് 5 ദിവസം വേണം അത് പഠിക്കണമെങ്കിൽ. കിട്ടുന്നതെന്ന് എനിക്ക് പറയത്തുള്ളൂ. 5 ദിവസം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണെന്ന്. അപ്പോൾ അതാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. എങ്ങനെയാ പ്രോഗ്രാം ചെയ്യുന്നത്? സച്ച് എ വേ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു ഗോ ത്രൂ ദ റിയൽ വേൾഡ്. റിയൽ വേൾഡിൽ കൂടെ സഞ്ചരിച്ച് കഴിയുമ്പോൾ കോൺഫ്ലിക്റ്റ് ഇല്ല, പ്രശ്നമില്ല, തീർന്നു. അതല്ല നമ്മൾ എല്ലാവരും പറഞ്ഞു കേൾക്കണം. അക്സെപ്റ്റ് ദ റിയാലിറ്റി ആസ് ഇറ്റ് ഈസ് എന്ന് പറയുന്നത്. പറയാൻ വളരെ എളുപ്പമാണ്. റിയാലിറ്റിയെ റിയാലിറ്റി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. എന്താണ് റിയാലിറ്റി? ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞപ്പം ഒരു ഒടിഞ്ഞ പപ്പടം എനിക്ക് കിട്ടി. അതാണ് റിയാലിറ്റി. അല്ല സാറേ, ഫുള്ളായിട്ടുള്ള പപ്പടമാണ് റിയാലിറ്റി. എങ്ങനെയാ റിയാലിറ്റി ആകുന്നത്? നിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒടിഞ്ഞ പപ്പടമല്ലേ. അപ്പൊ ഈവൻ റിയാലിറ്റി എന്ന് പറഞ്ഞ സാധനം ഫുള്ളായിട്ടുള്ള പപ്പടമാണ്. പക്ഷെ ഫുള്ളായിട്ടുള്ള പപ്പടം അവിടെ ഇല്ലല്ലോ. നിന്റെ മുമ്പിൽ ഇരിക്കുന്ന പൊട്ടിയ പപ്പടമല്ലേ. അപ്പൊ അതല്ലേ റിയാലിറ്റി. അതെന്തേ കാണാത്തത്? എന്നിട്ട് ആ ഒടിഞ്ഞ പപ്പടത്തെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് ഒടിഞ്ഞതായിട്ട് കണ്ടാൽ മതി. പക്ഷെ അവൻ ഒടിഞ്ഞ പപ്പടം കയറ്റി അല്ല, ഫുൾ പപ്പടം കയറ്റി വെക്കും. എന്നിട്ട് അവൻ പറയും, ദേ പുറത്ത് കിടക്കും, എനിക്ക് പുതിയ വലിയ പപ്പടമല്ലേ വേണ്ടത്, പക്ഷെ എനിക്ക് കിട്ടുന്ന എന്താണ്? ഒടിഞ്ഞ പപ്പടം. ഈ ജോലി ചെയ്യാനൊക്കെ പോയി കഴിയുമ്പോണ്ടല്ലോ, സുരേഷ് ഓക്കെ, ഞാൻ ഇന്ന പഠിച്ച ആളല്ലേ, അപ്പൊ എനിക്ക് ഇതല്ലേ വേണ്ടത്. സമ്മതിച്ചു, നിനക്കതാ വേണ്ടത്. പക്ഷെ വാട്ട് ഈസ് അവൈലബിൾ? അതില്ലല്ലോ. അപ്പൊ നിനക്ക് വേണ്ടത് ഏതാണ്? ഉള്ളത് സ്വീകരിക്കുക, അത് നിനക്ക് കിട്ടും. ഇതാണ് പ്രശ്നം. അപ്പോ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ലോകവും പുറം ലോകമായിട്ട് ഒരു സാമ്യവും ഇല്ല. അതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. അപ്പൊ പുറം ലോകത്തിനെ അതുപോലെ കയറ്റാൻ പഠിക്കുക എന്നുള്ളത്. അത് കയറ്റി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, അല്ലേ? ഇപ്പൊ നമ്മുടെ ഒരു കാല് ഒടിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലേ ഉള്ളൂ. ഒരു കാല് വെച്ചേ നടക്കാൻ പറ്റുള്ളൂ. ഒരു കണ്ണ് പോയി കഴിഞ്ഞാൽ ഒരു കണ്ണിൽ കൂടെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നീ ഒരു കണ്ണുള്ളവനാണ്. അതാണ് അക്സെപ്റ്റിംഗ് ദ റിയാലിറ്റി ആസ് ഇറ്റ് ഈസ്. അയ്യോ, എനിക്ക് ഒരു കണ്ണേ ഉള്ളല്ലോ എന്ന് പറഞ്ഞാൽ സങ്കടമായി. പറയും, യെസ്, എനിക്കൊരു കണ്ണുണ്ട്, അത് വെച്ച് ഞാൻ കാണുന്നു. അല്ലേ പറയും, എനിക്ക് കണ്ണില്ല, ഞാൻ കാണുന്നില്ല, ബാക്കി പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അത് വെച്ച് ഞാൻ ജീവിക്കുന്നു. ഇതാണ് അക്സെപ്റ്റിംഗ് ദ റിയാലിറ്റി ആസ് ഇറ്റ് ഈസ്. ഇല്ലെങ്കിൽ നമുക്ക് കുറവുകളുടെ ഒരു കണക്ക് മാത്രമേ ഉള്ളൂ. അവൻ പഠിക്കുന്ന പോലെ, അവന് കിട്ടിയ പോലെ മാർക്ക് എനിക്ക് കിട്ടുന്നില്ല. നിനക്ക് അത്രേ പറ്റുന്നുള്ളൂ. നിനക്ക് അത്രേ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നുള്ളൂ.
ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തെന്നുള്ളത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിനുള്ള മാർക്ക് എനിക്ക് കിട്ടുന്നു, അത്രേ ഉള്ളൂ. വീട്ടിൽ നിന്ന് അതിനുള്ള സൗകര്യമില്ല. വീട്ടിൽ ഏത് നേരം ഒച്ചപ്പാടും ബഹളമാണ്, മനസ്സിനൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അപ്പോൾ വന്നു കഴിയുമ്പോൾ നിനക്ക് അത്രയും മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ നിനക്ക് പരീക്ഷയ്ക്ക് നീ തോറ്റെന്ന് വരും. യെസ്, തോറ്റു. അതിനതിൻ്റെതായ കാരണമുണ്ട്. ഇതാണ് അക്സെപ്റ്റിംഗ് ദ റിയാലിറ്റി. അപ്പൊ NLP എന്ന് പറഞ്ഞാൽ സത്യത്തിൽ പറയുകയാണെങ്കിൽ റിയാലിറ്റി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് NLPനെ ഒരു ലേമന്റെ ഭാഷയിൽ വിവരിക്കാൻ പറ്റുന്നത്. ഇതിനകത്ത് ഒത്തിരി ടെക്നിക്കൽ വാക്കുകളുണ്ട്, ജാർഗൺസ് ഉണ്ട്. അത് കേട്ടുമ്പോൾ നിങ്ങളുടെ തല പൊട്ടി. അതൊന്നും ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ അതൊരു ലേമൻസ് ഭാഷയിൽ കൂടെ NLPനെ ഞാൻ ഉപയോഗിച്ചത് മാത്രമേ. അപ്പൊ ആ പ്രോഗ്രാമിംഗ് നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാത്തിനെയും റിയാലിറ്റി ആയിട്ട് കാണാൻ പറ്റും. എങ്ങനെയാ പ്രോഗ്രാം? ഇൻ സച്ച് എ വേ ദാറ്റ് so that you will be able to go through the real things. You will be able to accept the real things, reality. അപ്പോൾ ഇതിനകത്തെ ആകെ ഒരു പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ലോകം റിയൽ അല്ല. അതാണ് നമ്മുടെ പ്രശ്നത്തിന്റെ കാരണം. അപ്പൊ NLP ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൻ്റെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിനെ റിയാലിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ. എന്തോ കാരണം കൊണ്ട് അകത്ത് കയറിയ ലോകം ശരിക്കുള്ള ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഞാൻ ആരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിൽ കുഴപ്പമില്ല കേട്ടോ. ഞാൻ എൻ്റെ ലോകം ഇതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് വേറെ ആരും അംഗീകരിക്കാതെ വരുന്നത്. അപ്പൊ പ്രശ്നമായി. ഞാനിപ്പോ ഒരു കാട്ടിലാണ് താമസിക്കുന്നത്. ഒരു മനുഷ്യരുമായിട്ട് ഒരു ജന്തുക്കളുമായിട്ട് ബന്ധപ്പെടുന്നില്ല. ഒരു കുഴപ്പമില്ല, നീ നിന്റെ ലോകത്ത് ജീവിക്കുന്നു, ഒരു പ്രശ്നവും അതിനകത്ത് വരാൻ പോകുന്നില്ല. ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്, വേദന ഉണ്ടാകുന്നത്. ഏത് എൻ്റെ ലോകത്തിൻ്റെ അകത്ത് മുഴുവൻ കുറെ മുള്ളുകളുണ്ട്. ഈ മുള്ളുകളെല്ലാം അവരുടെ ദേഹത്ത് കൊള്ളും. അപ്പൊ അവർക്ക് വേദന ഉണ്ടായി. അവരുടെ മുള്ളുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ കൊണ്ട് നമുക്കും വേദന ഉണ്ടായി. അൾട്ടിമേറ്റ്ലി ഫുൾ ലൈഫ് ഇങ്ങനെ വേദനയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കും. ഇതിന്റെ പേരാണ് സഫറിങ് എന്ന് പറയും. എന്ത് സാറേ, എന്ത് പറയാന്? ജീവിതം ഇങ്ങനെ സഫർ ചെയ്തങ്ങോട്ട് ജീവിക്കും. എൻ്റെ വിധി ഇങ്ങനെയാണ്, എൻ്റെ തലയിലെഴുത്ത് ഇങ്ങനെയാണ്. പഴിചാരുക. ആരെ പഴിചാരും? ലോകത്തിനെ പരിചാരും.